എല്ലാ കൂട്ടുകാർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയില് നവ്യ അബിയോട് പറഞ്ഞു, എടാ അബി, ഇപ്പൊ അവര് സ്റ്റാറ്റസ് ഇട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് ഇടണം. എന്താന്ന് വെച്ചാല് നീ ജ്വല്ലറിയുടെ മാനേജർ കസേരയിലിരിക്കുന്നേ അതെന്റെ ഒരു വാശിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അതെനിക്ക് ആ കസേര തന്നതിന് കാരണം നിനക്കറിയാലോ. ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമാനായതുകൊണ്ട് മാത്രം എനിക്ക് കസേര തന്നെ. പിന്നെ അത് മാത്രമല്ല, നിന്റെ റെക്കമെൻഡേഷനും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നബി പറഞ്ഞു, എന്റെ റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ട് കൂടിയിട്ടാ നിനക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റുന്നേ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് കിട്ടത്തില്ലായിരുന്നു. നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. പിന്നെ നീ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരുന്നുള്ള കാര്യം അറിയാലോ. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാടാ നിനക്ക് മാനേജർ കസേര തരുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അബി പറഞ്ഞു, നബിയെ, അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല, അറിയാലോ നിനക്ക് അതിനെ കള്ളക്കേസ് കുടിക്കിയതാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് മുമ്പ് പണത്തോട് നല്ല ആർത്തിയായിരുന്നുള്ള കാര്യം അറിയാം. ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ലായിരുന്നു നീ. എടി അതൊന്നും സാരമില്ല. പിന്നെ നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡേവിഡ് സാറിന് അറിയാം. അതുകൊണ്ടാണ് ഡേവിഡ് സാറ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം നിനക്ക് ആ ജോലി തന്നെ. അത് മാത്രമല്ല, എന്നോട് ഭയങ്കര കാര്യമാണ് താനും. അവരുടെ ഇപ്പോഴത്തെ ഉയർച്ചയ്ക്ക് കാരണം ഞാനവരുടെ മോഡലാണല്ലോ. അതൊക്കെ കൊണ്ടാന്ന് അവര് വിശ്വസിക്കുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ നിനക്ക് അവിടുത്തെ മാനേജർ കസേരയൊന്നും കിട്ടത്തില്ലായിരുന്നു പറഞ്ഞു. അബി പറഞ്ഞു, ഒരു സന്തോഷമുള്ളൊരു കാര്യ. നബി പറഞ്ഞു, നീ അവിടെ കേറിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ കമ്പനി നിൽക്കണം. ഡേവിഡ് സാറിനോടൊപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കണം. എനിക്ക് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അറിയാലോ, ഈ പറയുന്ന മൂർത്തി ജ്വല്ലറിയേക്കാളും ഒരു പടിയും കൂടെ ഉയർന്നു നിൽക്കണം ജ്വല്ലറി. നിന്നെ മൂർത്തി ജ്വല്ലറി ഇറക്കി വിട്ടില്ല അനി, അവനൊക്കെ കാണണോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അതെന്റെ ഒരു വാശിയ, ജ്വല്ലറി ഉയർന്നു പറഞ്ഞെന്നല്ലേ. എടാ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അനിയെ കൊച്ചുമക്കളെയൊക്കെ അനന്തമൂർത്തി കമ്പനിയിൽ നിന്ന് അടിച്ചു പുറത്താക്കും. എങ്ങനെയാണെന്നറിയോ, മൂർത്തി ജ്വല്ലറി തകർന്നു കഴിയുമ്പോ. പക്ഷേങ്കില് നീ ജ്വല്ലറി കുതിച്ചുയർന്നു വരണം. നീ കാരണം അവർക്ക് നല്ല ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ നിനക്കൊരു വിലയുള്ളൂ. എല്ലാവരുടെ മുന്നിൽ നീ നിന്റെ കഴിവ് തെളിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് നവിയെന്ന് പറഞ്ഞു. ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നീ അതിനുവേണ്ടി പരിശ്രമിക്കണം. അറിയാലോ, ഞാൻ നന്നായിട്ട് ഡേവിഡ് സാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നീ ആയിട്ട് അതൊന്നും പോയി കൊളവാക്കരുതെന്നൊക്കെ ഒരു ഉപദേശം കൊടുത്തിട്ട് നവിയെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ആദർശം മാളവികയും തമ്മിൽ കണ്ടുമുട്ടുവാണ്. അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് മാളവിക ആദർശനോട് പറഞ്ഞു, ആദർശ് സാറേ, ഇന്ന് ആ ഡേവിഡ് സാറ് എന്നെയും കൂട്ടിക്കൊണ്ട് പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നിടത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് അയാൾക്കൊരു കോള് വരുന്നേ. അത് അയാളുടെ സംസാരം ഭാവം കേട്ട് കണ്ടു കഴിഞ്ഞപ്പത്തിനും എനിക്കൊരു കാര്യം മനസ്സിലായി. അയാളുടെ മേലുദ്യോഗസ്ഥനെ വിളിക്കണേ. പിന്നീട് അയാള് പെട്ടെന്ന് തന്നെ മോഡേൺ ഹോട്ടലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പൊ എന്നെ കാറിലിരുത്തിട്ട് പോകുന്നത് ശരിയല്ലോ. അതുകൊണ്ട് എന്നെ റെസ്റ്റോറന്റ് കൊണ്ടിരുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കയറിപ്പോയി. ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് വന്നേന്ന് പറഞ്ഞു. അല്ല, അതാരാ എന്താന്നൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന ശത്രു ഒളിച്ചിരിക്കുന്ന മോഡേൺ ഹോട്ടലിലാന്ന് പറഞ്ഞു. ഈ മോഡേൺ ഹോട്ടലിലെ ജ്വല്ലറിക്കാരുടെ ആൾക്കാർ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെനിക്ക് മുമ്പ് മനസ്സിലായ കാര്യമാണ്. ശത്രു ഒളിച്ചിരിക്കുന്ന സങ്കേതം അവിടെയാന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ ഹോട്ടലാണല്ലോ. പിന്നെ ഈ പറയുന്ന ഡേവിഡിന് വരുന്ന ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മള് അയാളെ പുറത്തെത്തിക്കുമെന്ന് പറഞ്ഞു. അതേ കാലം അയാൾ കുളിച്ചിരിക്കാൻ പറ്റില്ല. ഈ വിഷു എന്താള് അവര് കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാ. വിഷു ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. പിന്നെ മാളവിക താൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ, സാർ എന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മാളവിക പോകുന്നത്. ഇതേ സമയത്ത് വേണു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് നന്ദുവിനെ ഒന്ന് നോക്കുവാണ്. അപ്പൊ നന്ദു വിളിപ്പിച്ചതാണ്. അപ്പൊ നന്ദുവിനോട് ഇരിക്കട്ടെ മാടെന്ന് ചോദിച്ചു. താൻ ഇരിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. അല്ല, എന്തിനാ മാഡം എന്നെ വിളിപ്പിച്ചെന്ന് ചോദിച്ചു. തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മാഡം, കാര്യം എന്താ? അല്ല, താന് പണം വാങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാണ്ടെന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. തന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ വിളിച്ചേക്കെന്ന് പറഞ്ഞു. അയ്യോ മാഡം, അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടാനിട്ട് ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. താൻ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട. താൻ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. തനിക്ക് സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ അറിയാമെന്ന് ചോദിച്ചു. ഓ, സുധേട്ടന്റെ കാര്യമാണോ മാഡം ഉദ്ദേശിച്ചേ? എടോ, അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് താൻ തിരിച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മാഡം, ഞാൻ
സുധേട്ടന് പണം കൊടുത്താനും, പക്ഷെ സുധേട്ടനെ ഇന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, അതിന് കംപ്ലൈന്റ് തരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഒരു 3-4 വട്ടം അയാളെ തന്റെ വീട്ടിൽ വന്നു. പിന്നെ അത് മാത്രമല്ല, അയാൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കും, പക്ഷെ താൻ കോൾ എടുക്കത്തില്ല. വീട്ടിൽ വന്നപ്പോഴാണെങ്കിലോ തന്റെ ഭാര്യയും മകളൊക്കെ പറഞ്ഞെന്തായോ അറിയാവോ, താൻ വീട്ടിലില്ലാന്ന് പറഞ്ഞു വിടും. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു തവണ പുറത്ത് വെച്ച് കണ്ടപ്പോഴെങ്ങാണ്ട് അയാളോട് പറയുകയും ചെയ്തു, പണം പലിശയ്ക്ക് കൊടുക്കുന്ന കുറ്റകരമാണ്, അതുകൊണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നു, ശരിയാണോന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ താൻ കൂടുതലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് ആ പണം അങ്ങ് തിരിച്ചു കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അല്ല മാഡം, അതെ പലിശയ്ക്ക് കൊടുക്കുന്ന കുറ്റകരമെന്നൊക്കെ താൻ പറയുന്നുണ്ട്, പക്ഷെ അയാൾ പറഞ്ഞ എന്താണെന്നറിയോ, കടമായിട്ട് തനിക്ക് തന്നാന്ന്, അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കടമായിട്ട് തന്നതിന്റെ ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയിലായി വേണു. പിന്നീട് വേണുട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ പണം തിരിച്ചു കൊടുക്കണം മാഡം, ഒരു 2-3 മാസത്തിനുള്ളിൽ ഞാൻ അയാളുടെ പണം കൊടുത്തേക്കാന്ന് പറഞ്ഞു. 2-3 മാസമോ? അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ പൈസ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. 2 ആഴ്ചയോ മാഡം? ഒരു 1.5 എന്ന് പറഞ്ഞു. 1.5 മാസം, ഒരു 2 മാസം എന്ന് പറഞ്ഞു. മിണ്ടാതിരുന്നോണം, ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഒടുവില് അയാളോട് പറഞ്ഞു, മാഡം ഒരു 1.5 മാസം, അതിനുള്ളില് നിന്നെയൊക്കെ ഉണ്ടല്ലോ ലോക്കപ്പിലിട്ട് നല്ല ചതയരയ്ക്കണം, എന്നാലോ താനൊക്കെ പഠിക്കോളെന്ന് പറഞ്ഞു. അയ്യോ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, താൻ എന്തൊക്കെ തെറ്റാ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇതിനു മുമ്പ് ചെയ്ത തെറ്റുകളെ കുറിച്ച് എനിക്കറിയാം, അതുകൊണ്ട് കൂടുതലായിട്ട് എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. നന്നായിട്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് വേണു ശരിക്കും പേടിച്ചു പോയി. പിന്നീട് വേണു പറഞ്ഞു, അയ്യോ മാഡം എന്നെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരു 1.5 മാസം ഞാൻ തരാം, അതിനുള്ളിൽ തന്നെ താന് പണം തിരികെ കൊടുക്കണം. ഇനി ഈ പരാതി ഇവിടെ നിലനിൽക്കില്ല, അറിയാലോ. അങ്ങനെ എന്തേലും ഇനി ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ നന്ദു ശാസിച്ചു വിടുവാണ്. പിന്നീട് വേണു വീട്ടിലേക്ക് വന്ന് രേവതിയോടും അനാമികയോടും കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പലിശയ്ക്ക് പൈസ വാങ്ങിയിരിക്കുക, അവരൊക്കെ കൊണ്ടേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി വേണ്ട അകത്ത് കിടക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് പറ്റില്ല ജയിലിൽ വന്ന് കിടക്കാനെന്നൊക്കെ രേവതി പറയണം. അത് കേട്ടപ്പം വേണു പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അച്ഛൻ എന്താണെന്ന് ചെയ്തോ, എന്റെ മോളെ നിന്റെ കല്യാണത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ ആ പൈസയൊക്കെ വാങ്ങിയത്, അതെങ്ങനെയാ? നല്ല മക്കളൊക്കെ ആണെങ്കിൽ അച്ഛനമ്മമാരെ സഹായിക്കും, ഇത് ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. ആ സമയം അനാമിക പറഞ്ഞു, അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇത്രത്തോളം വരെ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നേ, എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അത് മോളെ നിന്റെ കയ്യിരിപ്പും കൊണ്ട് കുറച്ചുണ്ട്, നീ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടിയത്? പിന്നെ ഞാൻ എന്ത് കാണിച്ചു കൂട്ടിയെന്നാ? എനിക്ക് മനോരോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ നവീനല്ലേ കോടതി വാദിച്ചേ, എന്നിട്ട് ഒടുവിലോ എല്ലാരും കൂടെ കൂടിച്ചേർന്ന് എന്നെ ചതിക്കുമല്ലേ ചെയ്തേന്നൊക്കെ ചോദിച്ചു. വേണു പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെ ഇതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കണം. ഒരു പക്ഷേങ്കില് പൈസ കൊടുത്തില്ലേ പ്രശ്നമാവും, എങ്ങാനും ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് കുറച്ച് തുക കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു, ഈ കടങ്ങളൊക്കെ വീട്ടായിരുന്നു. ഒരു കാര്യം ചെയ്താലോ, ആ നവീൻ വക്കീൽ എന്ന് പോയി കണ്ടാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമ ചോദിച്ചു, അതെന്തിനാ? അയാളെ കണ്ട കാര്യങ്ങൾ പറയാം, അയാളും അയാളുടെ കൊച്ചുമോനൊക്കെ ഇച്ചിരി മനസ്സലിവുള്ളവരാന്നാ തോന്നേ, അങ്ങനെയാണെങ്കിൽ അയാളെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ ചിലപ്പം അനിയുമായിട്ടൊരു ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് കുറച്ച് തുക കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അനാമി പറഞ്ഞു, ഞാനെന്താണും വരത്തില്ല, അച്ഛൻ പോയി കണ്ടോളാൻ പറഞ്ഞു. അതെന്താ നീ വരത്തില്ലാത്തെ? അന്ന് അനന്തപുരി പോയി കഴിഞ്ഞപ്പോഴത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, ഇനി എനിക്ക് ഇവിടെ കൂടെ പോയി നാണം കിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, പോയല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവില് വേണു എന്ത് ചെയ്തു, നവീന്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പത്മമാണ് വന്ന് കഥ തുറക്കുന്നേ. വേണു ചോദിച്ചു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ ആ അനാമികയുടെ അച്ഛനല്ലേ, അന്ന് കല്യാണത്തിന് വന്നപ്പോ ഞാൻ കണ്ടായിരുന്നു. അതെ. അല്ല ഇപ്പൊ എന്തിനാ വന്നെന്ന് ചോദിച്ചു. എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം. ഏത് വക്കീലിനെ കാണണ്ടേ? ഇവിടെ 2 പേരുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നരസിംഹ സാറിന്റെ കൊച്ചുമോൻ എന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു. ശരി ശരി കയറി വാ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് പത്മ അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ പത്മ പോയി നവീനെ വിളിച്ചോണ്ട് വരികയാണ്. നവീൻ വന്നിട്ട് വേണോട് ചോദിച്ചു, എന്താണോന്ന് ചോദിച്ചു. എന്റെ സാറെ, എനിക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആത്മഹത്യയുടെ വക്കീലാന്ന് പറഞ്ഞു. ആണോ അമ്മേ, ഇയാൾക്ക് വല്ല 5-10 കൊടുത്തു വിടാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞിപ്പം വേണു പറഞ്ഞു, സാറേ ഞാൻ അതിന് പിച്ച ചോദിക്കാൻ വന്നൊന്നും അല്ല, പിന്നെ താൻ എന്തിനു വന്നാന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, അനാമിക മോളുടെ കേസ് കോടതി വരാൻ പോവല്ലേ, ആ സമയത്ത് എന്തെങ്കിലും കോമ്പൻസേഷൻ വാങ്ങിച്ചേരണം, ആ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ഭാവി എന്തായി തീരുന്നൊക്കെ ചോദിച്ചു. എടോ, ഇത് പറയാൻ വേണ്ടി താൻ ഇങ്ങോട്ടേക്ക് വരണമെന്നൊന്നുമില്ല, താൻ ആ കുടുംബത്തോട് ചെയ്ത് എന്താന്നൊക്കെ നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു.
അനിയോട് ചെയ്ത എന്താന്ന് അനിയുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിട്ടല്ലേന്ന് ചോദിച്ചു. എന്റെ പൊന്നു സാറേ, അങ്ങനെയൊന്നുമല്ല. അവനുണ്ടല്ലോ ആ അനാമയെ ഡിവോഴ്സ് ചെയ്തിട്ട് വേണം അവൻ അവളെ കല്യാണം കഴിക്കാൻ. ആ നന്ദുവിനെ ഒരു നിമിഷം നവീൻ ഞെട്ടിപ്പോയി. നന്ദുവിന്? അതെ സാറേ, അവനും അവളും തമ്മിൽ പ്രേമത്തിലായിരുന്നല്ലോ. കല്യാണത്തിന് മുമ്പ് എന്റെ മോളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എന്റെ മോളെ ഒഴിവാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നവീന്. പത്മ ഒരന്താളിപ്പോട് കൂടിയിട്ട് അയാളെ നോക്കുവാണ്. ഈ സമയത്ത് വേണു പറഞ്ഞു, എന്ത് ചെയ്യാനാ എന്റെ സാറേ, എന്റെ മോളെ കുറിച്ച് അറിയാലോ. എന്റെ മോള് ശരിക്കും പറഞ്ഞ പാവാണ്. ഇനി ഈ കോമന്റ് സെക്ഷനിലാണ് ഏക പ്രതീക്ഷ. കടക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. കല്യാണത്തിന് വേണ്ടി കുറെ തുക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പലിശയ്ക്കും അല്ലാതെ. പിന്നെ ആ തുകയ്ക്ക് കുറച്ച് ദിവസത്തിനടുത്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നവും. ആ നന്ദു വിളിച്ച് എനിക്ക് വാണിംഗും തന്നു കഴിഞ്ഞു. പരാതിയൊക്കെ എന്നെ കുറിച്ച് ആൾക്കാർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. സാറ് ഡിവോഴ്സ് വാങ്ങി തരുന്ന സമയത്ത് എനിക്ക് എന്റെ മോൾ കൂടെ ജീവിക്കാനായിട്ട് എന്തേലും ഒരു വക ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, തനിക്കിനി ജീവിക്കാനും കൂടെ ഉള്ള കോമ്പൻസേഷൻ വാങ്ങിച്ചു തരണം അല്ലേ? എടോ, താൻ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അനിയെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചു. ഇപ്പോഴും താൻ അനിയെ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിക്കുന്നത്? എന്റെ പൊന്നു സാറേ, അത് കള്ളത്തരമല്ല, ഉള്ളതാ. സാർ ആരൊരു വേണേലും ഒന്ന് ചോദിച്ചു നോക്കിയോ. ഞാനിതിനാ സാറിനോട് കള്ളത്തരം പറയണേ. എനിക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അത് ഈ കാര്യത്തില് അവനും ആ പെണ്ണും തമ്മില് ഭയങ്കര പ്രേമത്തിലായിരുന്നു പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാറ് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷെ കോടതി കേസ് എത്തിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാറേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പത്മ പറഞ്ഞു, അത് കൊള്ളാലോ. അപ്പൊ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലേന്ന് ചോദിച്ചു. അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പത്മ പറഞ്ഞു, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. രണ്ട് മരുമക്കൾ അനന്തപുരിയിലെ ഈ പറയുന്ന നന്ദുവിന്റെ ചേച്ചിമാരല്ലേ? അല്ലെങ്കിലും അത് നേരെ നടന്ന കല്യാണങ്ങളൊന്നും അല്ലല്ലോ. ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നയനയുടെ നന്ദുവിന്റെയൊക്കെ അമ്മ ഒപ്പിച്ച വേലത്തരല്ലേ അത്? മിക്കവാറും അതുപോലെ തന്നെയായിരിക്കും ഇത്. നന്ദുവിനെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി തന്നെയായിരിക്കും. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നാ. നന്ദു അത്ര ഒരു കുട്ടിയൊന്നുമല്ല. അവിടെ ഇച്ചിരി പ്രശ്നക്കാരി എന്ന് പറഞ്ഞാൽ നവിയാണ്, അല്ലാതെ നയനെ നന്ദു ഒന്നും ഒരിക്കലും പ്രശ്നക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പത്മ അങ്ങോട്ട് പോയി. പക്ഷെ നവീന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തണമല്ലോ എന്നൊരു ചിന്ത നവീന്റെ മനസ്സിലുണ്ടായി. പിന്നീട് അനാമികയെ പോയി കാണുന്നുണ്ട് നവീൻ കണ്ടു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാണ്. ആ സമയത്ത് അനാമിക പറഞ്ഞു, എന്റെ സാറേ, അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് എങ്ങനെയാണെന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേങ്കില് അവൻ ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം പോലും കിട്ടാതിരുന്നേന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ പറയുന്ന നന്ദുവിന് കല്യാണം കഴിക്കണം അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു ദാമ്പത്യ ജീവിതം അവൾ ആഗ്രഹിക്കുന്നുണ്ടോന്നും അറിയത്തില്ല. അവൾക്ക് കല്യാണമൊന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശരിക്കും പറഞ്ഞാല് അനിയാണ് എന്റെ ജീവിതം തകർത്തേന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, അങ്ങനെ നീ പറയൊന്നും വേണ്ട. നിന്റെ ജീവിതം നീ തന്നെ തകർത്തേ. കല്യാണത്തിന് മുമ്പ് നിന്നെ കുറിച്ചുള്ള കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ സാറേ. അതെന്തേലും ആയിക്കോട്ടെ. അതെ, എനിക്ക് ജീവിക്കണം. ഡിവോഴ്സ് കഴിഞ്ഞാലും അതിനുവേണ്ടി കുറച്ച് പണം എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരണം. അതിന് സാറിനെ കൊണ്ട് പറ്റുമോന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നവീൻ പറഞ്ഞു, നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് നീ പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അതെ സാറേ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും കനിവുണ്ടാകണം. ഇഷ്ടംപോലെ കടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണു ചുറ്റും. കാരണം അവർക്കൊക്കെ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. എന്റെ അച്ഛനും പലരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടപ്പം നവീൻ പറഞ്ഞു, ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട കാര്യമില്ല സാറേ. കള്ളത്തരമല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. കല്യാണത്തിന്റെ തലേദിവസമാണ് എനിക്ക് നന്ദുവിനെ ഇഷ്ടമാന്നുള്ള കാര്യം ആദർശേട്ടൻ പോലും അറിയണേ. പിന്നീട് അത് അവരുടെ ചർച്ചാ വിഷയം ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവര് തമ്മിൽ ഒന്നായില്ല. അതിന്റെ ഒരു ദേഷ്യം വാശിയും വൈരാഗ്യം ഒക്കെ എന്നോട് എനിക്കുണ്ടായിരുന്നു. എന്നെ കല്യാണം കഴിച്ച് ചെന്നതിന് ശേഷം ഒരിക്കൽ പോലും ഭാര്യയായിട്ട് അവൻ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു നവീന്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് നവീന് തോന്നി. അപ്പോഴേക്കും അനാമ ചോദിച്ചു, അല്ല സാറേ, സാർ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു. സാറിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ പിന്നെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അല്ല, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോ സാർ എന്നോട് ചോദിക്കാതെ അവനോട് പോയി ചോദിക്കേണ്ടായിരുന്നല്ലോ, അനിയോട്. എന്നിട്ട് എന്താ ചോദിക്കാത്തെന്ന് ചോദിച്ചു. അത് പിന്നെ അവൻ പറഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ച്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോദിക്കാതിരുന്നേ. അല്ല, പിന്നീട് എന്താ അനാമിക നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതി പറയാതിരുന്നേ? പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും
എനിക്ക് മനോരോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറ് വരുത്തി തീർത്തില്ലേ കോടതിയിൽ. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് നവീന് തോന്നി ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഒടുവിൽ നവീൻ എന്ത് ചെയ്തു, കനികയും ഗോവിന്ദനെയും കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കനക പറഞ്ഞു, എന്നാലും മോനെ, മോളുടെ ബർത്ത്ഡേക്ക് നീ വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത മോതിരമൊക്കെ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്റെ ആന്റി, അത്രയൊക്കെ ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യണം. കാരണം എന്റെ 2-3 കൂട്ടുകാരെയാണ് അവള് വിട്ടയച്ചത്. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഞാൻ അവൾക്ക് കൊടുത്ത സമ്മാനമാ. അല്ല, അവളുടെ കല്യാണക്കാരിയൊക്കെ എന്തായെന്ന് ചോദിച്ചു. എന്ത് പറയാനാ എന്റെ മോനെ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കല്യാണത്തെ കുറിച്ച് പറയുമ്പോ തന്നെ അവള് വെള്ളറി പിടിച്ച് ഓടുവാന്ന് പറഞ്ഞു. അല്ല, മോന്റെ കല്യാണക്കാരി എങ്ങനെ? എന്റെ കല്യാണക്കാരെ അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെടില്ല, അതാ കാര്യം എന്ന് പറഞ്ഞു. പിന്നീട് നവീൻ പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? അല്ല, നന്ദുവിനെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അനിയുമായിട്ട് നന്ദുവിന് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ കണിയെ ഗോവിന്ദനെ കൂടെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.